ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, നമ്മുടെ സീക്രട്ട് ഏജന്റിനെ പോലെ നമ്മളിപ്പോൾ കാറിൽ വന്നിരിക്കുകയാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, രാവിലെ തൊട്ട് കറണ്ട് ഇല്ല. അപ്പോൾ ബാറ്ററിയും ലോ ആണ്. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത മൂന്ന് അതായത് ടീസർ ട്രെയിലർ, നമ്മുടെ മമ്മൂക്കയുടെയും ടീസർ അല്ലേ, ട്രെയിലർ അത് വരുന്നുണ്ട്. അപ്പോൾ 3 വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എന്താ, ബാറ്ററി ലോ ആണ്, കറണ്ടും ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കാറിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ടൊവിനോ തോമസിന്റെ ഐഡന്റിറ്റി മൂവിയുടെ ടീസർ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മുടെ 7th ഡേ, അതുപോലെ ത്രില്ലർ മൂവീസായ മറ്റേ ഫോറൻസിക്. അപ്പോൾ ആ ടീം തന്നെയാണ്, റൈറ്ററും ഡയറക്ടറും സെയിം, ബോത്ത് അവർ രണ്ടുപേരും തന്നെയാണ്. അനസ് ഖാനും പിന്നെ അഖിൽ പോൾ. പിന്നെ എനിക്ക് തോന്നുന്നു ജേക്സ് വിജയ് ആണെന്ന് തോന്നുന്നു അതിന്റെ മ്യൂസിക്. അപ്പോൾ നല്ല സ്കോർ ആയിരിക്കും, കിടിലായിരിക്കും. അപ്പോൾ അവന്റെ ടീസർ കണ്ടു നോക്കാം ബാറ്ററി തീർന്നതിന് മുന്നേ. ആദ്യം നമുക്ക് അയാളുടെ ഫേസിന്റെ ഏകദേശം ഒരു ഷേപ്പിൽ തുടങ്ങാം. നല്ലപോലെ സ്ക്വയർ ഷേപ്പ് മുഖത്തിന് താഴേക്ക് ഒരു 5th കോർണർ പോലെ നീണ്ടു നിൽക്കുന്ന ചിഹ്നമായിരുന്നു അയാൾക്ക്, ലൈക്ക് എ പെന്റഗൺ. വിറ്റ്നസ് എന്നൊക്കെ പറയുമ്പോൾ സംഭവത്തിന്റെ ഏറ്റവും വലിയ മാത്രം കണ്ടുള്ള ടീമാണ്. നോ സർ, ഷീ ഈസ് എ ഫോട്ടോഗ്രാഫർ മെമ്മറി. അവൾക്കെല്ലാം നല്ല വ്യക്തമായ ഓർമ്മയുണ്ട്. ആഴ്ചകൾക്ക് മുമ്പ് കണ്ട സ്പേസ് റീക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. നീണ്ടു നിൽക്കുന്ന സംതിങ് ഒരു നല്ല ഹിടുക്കം തുണ്ണം കാച്ചിയ ഫീലിംഗ്. സൂപ്പർ ടീസർ പൊളിച്ചിട്ടുണ്ട്. കാര്യം നമുക്ക് അതിൽ നിന്ന് ആ ഒരു ചിഹ്നം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതായത് അതിൽ ഈ ത്രൂ ഔട്ട് ആ ഒരു ഇതില് ആ ഒരു ഫസ്റ്റ് നമ്മൾ തൃഷ പറയുന്നുണ്ടല്ലോ അതിലൊരു പെന്റഗൺ ഷേപ്പ് ആണ്. അപ്പം ആ ചിഹ്നിനെ ബേസ് ചെയ്തിട്ടാണ് ഫുൾ പറയുന്നത്, അല്ലാതെ വലിയ ഡയലോഗ്സോ ക്ലൂസോ ഒന്നും നമുക്കില്ല. അപ്പൊ നമ്മൾ ആ ചിഹ്നി വെച്ചിട്ടാണ് എല്ലാരെയും കാണിക്കുന്നത്. ഇതിൽ ഏതാണ് ഹെക്സഗൺ, പെന്റഗണൽ ഷേപ്പ്, പിന്നെ കുറച്ച് സ്ക്വയർ ഷേപ്പ് എന്ന് പറയുന്നുണ്ട്. ടൊവിനോ തോമസിന്റെ റോൾ അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ. ഐ തിങ്ക് അയാള് ഐഡന്റിറ്റി, അതായത് അയാളാണ് ഫേസ് വരയ്ക്കുന്ന ആളാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അതായത് ആഴ്ചകൾക്ക് ശേഷം ഒരാഴ്ചക്ക് ശേഷം വന്നിട്ട് ഒരാളുടെ ഫിഗർ വരയ്ക്കാൻ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. അപ്പം ഐ തിങ്ക് ഇവനാണ് ഡ്രോ ചെയ്യുന്ന ആള്. മേ ബി ഇവനും വല്ല ട്വിസ്റ്റും വരുന്നുണ്ടോ ക്യാരക്ടറിൽ എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ടീസർ തന്നെ വളരെ ത്രില്ലിംഗ് ആയിരുന്നു. അതിന്റെ കുറെ കാലമായി മലയാള സിനിമയിൽ ഇതുപോലത്തെ അല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഈ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ അങ്ങനത്തെ സിനിമ കാണാനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. എവളെ വെച്ചിട്ട് സിനിമ കാണാൻ പോകുമ്പോ എവള് അതിലിരുന്നോണ്ട് തന്നെ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്നൊക്കെ ഈ നമുക്ക് ഗസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ഈ ഇതിന്റെ അകത്ത് തന്നെ ഇരിക്കുമ്പോഴേ. അപ്പോ ഇതിൽ പക്ഷെ അത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു ടീസറിൽ അവള് മിണ്ടാതിരുന്ന അതിൽ തന്നെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കിയിരിക്കും. അത് അതിന്റെ ഒരു വിജയം തന്നെയാണ്. കാര്യം ഒന്നും പിടികിട്ടിയിട്ടില്ല. അത് ടീസർ കട്ട്സിന്റെ ഒരു ഐ തിങ്ക് നല്ലൊരു ഹിറ്റ് അല്ലെ. ആ ഫോറൻസിക്കും മറ്റേ അതിന്റെ ലോഞ്ച് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്, കൊച്ചിയിലാണെന്ന് തോന്നുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് മാത്രല്ല, ഇപ്പൊ കുറച്ചു കാലത്തിന് ശേഷമാണ് മലയാള സിനിമയിൽ ഇങ്ങനത്തെ, അതായത് 5ാം പതിര, അതുപോലെ ഫോറൻസിക്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ സിനിമകൾ വന്നിട്ടില്ല എന്നല്ല, പക്ഷെ വീണ്ടും നമുക്ക് ആ ഒരു മെമ്മറിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു
ആ ഒരു ടീം തന്നെ പൊളിച്ചിട്ടുണ്ട്. കാരണം ആ മ്യൂസിക്കും അതെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. യെസ്, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ഇന്ന് ഇറങ്ങുന്നതെന്ന് ഒരു പിടിയില്ല. എന്തായാലും ഒരു മികച്ച ഹിറ്റിന് ശേഷം വീണ്ടും ടൊവിനോ തോമസ് ഒരു ഇൻട്രസ്റ്റിംഗ് മൂവിയിലേക്ക് നമ്മൾ കാണാൻ പോവാണ്. ആളുടെ ഒരു ക്യാരക്ടർ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സോഷ്യലി ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ മിംഗ്ലി എന്നൊരു ടൈപ്പ് അല്ല തോന്നുന്നു. ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ള ഒരു ഫീലാണ് കാണിക്കുന്നത്. അതല്ലേ അത് ആള് പറഞ്ഞ ആകെ ഒരു ഡയലോഗേ ഞാൻ ഇപ്പൊ എന്റെ ഇതിൽ വന്നുള്ളൂ, ഒരാഴ്ചക്ക് ശേഷം വന്നിട്ട് പറയുമ്പോ എന്നുള്ളത്. ഇവൻ കണ്ടോ ആ നടക്കുന്നതൊക്കെ ശ്രദ്ധിച്ചില്ലേ? ഐഡന്റിറ്റി എന്നുള്ള പേരും പ്ലസ് ഇവന്റെ ഒരു പേഴ്സണാലിറ്റിയിൽ ഒരു എന്തോ ഒരു നമ്മളെപ്പോഴും കാണുന്ന പോലത്തെ ഒരു ഇതല്ല തോന്നുന്നു. കുറച്ച് റിസർവ്ഡ് ആയിട്ടുള്ള ഒരു ഫീല് തോന്നി എനിക്ക്. ആ എയർപോർട്ടിൽ ഇങ്ങനെ നടന്നു പോണത് കണ്ടില്ലേ? ഭയങ്കര ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഭയങ്കരമായിട്ട് ഒരു ലോൺലി ഫീലിൽ ഇങ്ങനെ എന്തോ സംതിങ് നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം.